ഗുഡ് മോർണിംഗ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നടത്തിയ സൂം മീറ്റിങ്ങിൻ്റെ ഫോളോ അപ്പ് ആയിട്ടാണ്. സൂം മീറ്റിങ്ങിൽ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിനെ കുറിച്ച് ആണ് ഞാൻ ഇന്ന് സംസാരിച്ചത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് റിട്ടയർമെൻറ്റ് പ്ലാനിങ് അത്യാവശ്യം ആണ്. അതായത് പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗൾഫിലെ ജോലി കഴിഞ്ഞ് തിരിച്ചെന്തായാലും നാട്ടിലേക്ക് വന്നേ പറ്റത്തുള്ളൂ. നാട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു വരുമാനം, സ്ഥിരമായ വരുമാനം ആവശ്യമാണ്. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം പോലെ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ സാധാരണ ആരും അങ്ങനെ ചിന്തിക്കാറില്ല. നമ്മൾ റിട്ടയർ ആയി പോകുന്ന കുറച്ച് വർഷങ്ങൾ മുമ്പ് അടുത്ത സമയങ്ങളിലായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങളൊക്കെ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ചിലവഴിച്ച് കഴിഞ്ഞ് കാണും. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യം, എത്രയും വേഗത്തിൽ നമുക്ക് നേരത്തെ തന്നെ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ്, റിട്ടയർമെൻറ്റ് ഫണ്ട് ഉണ്ടാകുന്നതിനുള്ള ഒരു കാര്യം, ഒരു സേവിങ്സ് നമ്മൾ ചെയ്തു വെക്കേണ്ടതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ പെൻഷനൊന്നുമില്ല. ഗവൺമെൻറ് സൈഡിൽ നിന്ന് കിട്ടുന്നതായ സോഷ്യൽ സെക്യൂരിറ്റി വളരെ തുച്ഛമായ കാര്യമാണ്. വാർഷികകാല പെൻഷനും മതി കൊടുക്കുന്ന ഇവിടെ ഒരു 1600 രൂപയാണ്. അത് ഭാവിയിൽ കുറച്ച് കൂടുമായിരിക്കാം. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ ഗവൺമെൻറ് അതനുസരിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന പരിമിതികളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിക്കൊണ്ടിരിക്കുക. ജീവിത ദൈർഘ്യം, ആയുർദൈർഘ്യം വളരെ കൂടുന്നുണ്ട്. പഴയ പോലെയല്ല. ആൾക്കാർ ഇന്ന് 80, 85, 90 വയസ്സ് വരെ ജീവിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതി തന്നെയാണ്. നമുക്ക് റോബോട്ടിക് സർജറി, അതുപോലുള്ള AI ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആയുസ് നീണ്ടുപോകും. അതൊന്നും യാതൊരു സംശയമില്ല. ആയുസ് നീളും തോറും നമുക്ക് ചിലവുകൾ വർദ്ധിച്ചു വരും, ചികിത്സാ ചിലവുകൾ വർദ്ധിച്ചു വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു വരുമാനം ആവശ്യമാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. പണ്ടത്തെ കാലത്താണെങ്കിൽ നമ്മുടെ കൂട്ടുകുടുംബമൊക്കെ ഉണ്ടായിരുന്നു, ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഉണ്ടായിരുന്നു. ജോയിൻറ്റ് ഫാമിലിയിലാണ് ആരും നമ്മുടെ കാരണവന്മാരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ടാകും. കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ വരുമാനം കൊണ്ട് കാര്യങ്ങൾ നടന്നു പോലും. പക്ഷേ ഇന്ന് അങ്ങനെ ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം ഇന്ന് ഇല്ല. ഇന്നത്തെ രീതി നോക്കുമ്പോൾ ഡിപ്പെൻഡൻസി റേറ്റ് വളരെയധികമാണ്. മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാരുടെ എണ്ണം ഇന്ന് വളരെയധികം കൂടുതലാണ്. കാരണം വെച്ചാൽ നമുക്ക് നേരത്തെ തന്നെ ഒന്നും ആലോചിച്ച് വെച്ചിട്ടില്ല. അതിന് റിട്ടയർമെൻറ്റിന് വേണ്ടി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ചിലവുകൾക്ക് വേണ്ടി നമ്മളൊന്ന് കരുതി വെക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ ഇത് നേരത്തെ ചിന്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതേ സമയത്ത് ഗവൺമെൻറ് ജോലിക്കൊക്കെ ആൾക്കാർക്ക് വളരെ താല്പര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ ആദ്യം പോലെ ഒരു പെൻഷൻ ഉണ്ടല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഈ പെൻഷൻ എങ്ങനെ ഇന്ന് കിട്ടുന്നത്? സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇന്നില്ല. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇല്ലാതെ നമുക്കിന്ന് ലഭിക്കുന്നത് പറയുന്നത് കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. കോൺട്രിബ്യൂട്ടറി എന്ന് പറയുമ്പോൾ ആദ്യത്തെ മാസത്തെ ബേസിക് പേയുടെ 10% മുതൽ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടാണ് നമുക്ക് പെൻഷൻ തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം പോലെ നമ്മുടെ ഫണ്ട് തന്നെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞ പോലെ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ഇല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇനിയിപ്പം ഞാൻ ചില പ്രശ്നങ്ങൾ ആൾക്കാർ പറയാറുണ്ട്. ഞങ്ങൾ ഫണ്ടിന് വേണ്ടിയൊക്കെ ആൾക്കാരെ സമീപിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതാണോ ജീവിച്ചിരിക്കുന്നത്, ഐ വിൽ നോട്ട് ലിവ് ലോങ്, ഞാൻ ഇതാണോ ജീവിച്ചിരിക്കാൻ പോകുന്നില്ല എന്ന് വരും. പക്ഷെ മുമ്പ് ഞാൻ പറഞ്ഞു ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതുപോലെ ചില ആൾക്കാർ പറയും ഐ ഹാവ് ലോട്ട് ഓഫ് പ്രോപ്പർട്ടീസ്, എനിക്ക് ധാരാളം വസ്തുവകളുണ്ട്, എനിക്ക് ബാങ്കിൽ നല്ല സേവിങ്സ് ഉണ്ട്. ഇന്ന് പ്രോപ്പർട്ടിയിൽ നിന്ന് എന്തും ആദായ നാട്ടിൽ കിട്ടുന്നത് നമുക്കെല്ലാം അറിയില്ല. നാട്ടിലെ കാര്യങ്ങൾക്ക് നമുക്കെല്ലാവരും അറിഞ്ഞുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. നാട്ടിൽ നിന്ന് പ്രോപ്പർട്ടിയിൽ നിന്ന് വലിയ വരുമാനമൊന്നും ലഭിക്കുന്നില്ല. അതിനുള്ള ബുദ്ധിമുട്ട് ധാരാളമാണ്. ഇതൊരു ബാധ്യതയായിട്ട് മാറിക്കഴിഞ്ഞു. പ്രോപ്പർട്ടി നമ്മുടെ ഇന്ന് നാട്ടിലുള്ള അസറ്റ്സ് ഇന്ന് ലയബിലിറ്റിയായി മാറി. ഇത് അസറ്റ് അല്ല, ഇന്നിതൊരു ലയബിലിറ്റിയാണ്. അതുപോലെ സേവിങ്സ്, ബാങ്കിലുള്ള സേവിങ്സ്, നമുക്ക് പണ്ടൊക്കെ 18% NRIസിന് നമുക്ക് പലിശ വാങ്ങിയിട്ടുള്ളവരാണ്. ഇന്നിപ്പോൾ എത്ര ഉണ്ട്? 6%, 7% എത്തി നിൽക്കുന്നു. ഇനിയും ഭാവിയിൽ ഇത് കുറയുകയുള്ളൂ എന്നുള്ളത് ഞാനൊരു സംശയം. ഇപ്പം തന്നെ കുറഞ്ഞു തുടങ്ങിയാണ്, ട്രെൻഡ് കാണിച്ചു തുടങ്ങി കഴിഞ്ഞു. വരും വർഷങ്ങളിൽ ഇന്ത്യയിലെ പലിശ നിരക്ക് 4%-ലേക്ക് താഴെയായിട്ട് പോകും, 2%, 3% ആകും എന്ന് പലരും ഇപ്പോൾ തന്നെ പ്രഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ അങ്ങനെയൊക്കെയാണ്. വികസിത രാജ്യങ്ങളിൽ 2%, 3% ഉള്ളൂ. ഇപ്പോൾ നാട്ടിലെ അതുപോലെ തന്നെ പലിശയായി മാറും. അതുകൊണ്ട് യാതൊരു സംശയം. പലിശ കൊണ്ട് കഴിയാമെന്ന് ഞാനും ഭാവിയിൽ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അതുപോലെ തന്നെ ചില ആൾക്കാർ പറയാറുണ്ട് മൈ ചിൽഡ്രൻ വിൽ ടേക്ക് കെയർ ഓഫ് മീ, എൻ്റെ മക്കൾ എന്നെ നോക്കിക്കോളും എന്ന്. മക്കൾക്ക് ഇന്ന് ജോലി കിട്ടുന്നത് നമ്മുടെ സ്ഥലത്താണോ? ഇന്ന് ലോകം മുഴുവൻ അവർ പോയി ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പല രാജ്യങ്ങളിലായിരിക്കും അവരൊക്കെ. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ നമ്മളെ പ്രായമായവരെ നോക്കുക എന്നുള്ള ബുദ്ധിമുട്ട്. അവർക്ക് അതിനുള്ള ഫണ്ട് അറേഞ്ച് ചെയ്ത് തരാനും പ്രയാസം വരും. അവരുടെയും ചിലവുകൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഏത് രാജ്യങ്ങളാണ് താമസിക്കുന്നത് അവിടുത്തെ ടാക്സും ചിലവും കഴിഞ്ഞവർക്ക് പേരൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ എത്രമാത്രം പൈസ ഉണ്ടാകും എന്നുള്ളതിനെ കണ്ടറിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കതും ബുദ്ധിമുട്ടായിട്ട് വരും. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഒരു നല്ല ഒരു പെൻഷൻ പ്ലാൻ അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ് പ്രസൻറ്റ് ചെയ്തത്.
ഇത് അർജൻറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാർച്ച് 30-ാം തീയതി ക്ലോസ് ചെയ്യും എന്നൊരു റൂമർ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നിർത്തിപ്പോയാൽ പിന്നീട് ആൾക്കാർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തില്ലല്ലോ എന്ന് കരുതിയാണ് ഇത്ര അർജൻറ്റായിട്ട് ഞാൻ ഈ മാസം തന്നെ അത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചേരുന്ന തുകയുടെ 10% ജീവിതകാലം മുഴുവൻ ഗ്യാരണ്ടീഡ് ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ള പ്ലാനാണ്. 100% ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ ചേരുന്ന തുകയുടെ 10% ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. അതിനേക്കാൾ ഒരു അഡ്വാൻറ്റേജ് ഉള്ള ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ പ്ലാനിലെ പ്രീമിയം പേയിങ് നമ്മൾ അടയ്ക്കേണ്ട കാലാവധി എന്ന് പറയുന്നത് വെറും 5 വർഷമാണ്. 5 വർഷം എന്ന് പറയുന്നത് നമുക്ക് വളരെ പരിചിതമാണ് നമ്മുടെ ചിട്ടിയെ പറ്റിയത്. 5 വർഷത്തെ ചിട്ടി, 60 മാസം ചിട്ടി, 60 മാസം കൊണ്ട് ഇത് അടഞ്ഞു തീരും. നമുക്കിത് അടഞ്ഞു തീർന്നു കഴിയുമ്പോൾ നമ്മൾ സമ്മേഴ്സ്വേഡിൻ്റെ 10% ജീവിതകാലം മുഴുവൻ നമുക്ക് റിട്ടേൺസ് ലഭിക്കും. യാതൊരു സംശയമില്ല. അതിനകത്ത് ഒരിക്കലും കുറയാൻ പോകുന്നില്ല. ഇങ്ങനെ ഒരു നല്ല പ്ലാനായത് 10% നമ്മളെവിടെയും കേട്ടിട്ട് പോലുമില്ല. ഭാവിയിൽ നമ്മൾ ആലോചിച്ച് 10-15 വർഷം കഴിഞ്ഞിട്ട് 10% വരുമാനം ലഭിക്കുമെന്ന് പറയുമ്പോഴും അത് വലിയൊരു തുകയായിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇന്ന് ബാങ്ക് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയൊക്കെയാണ് പോകാൻ പോകുന്നത്. അതിന് യാതൊരു സംശയമില്ല. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടൊരു പ്ലാന് നമുക്കിന്ന് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. 10% റിട്ടേൺസ് തരുന്ന, ഗ്യാരണ്ടീഡായിട്ട് റിട്ടേൺസ് തരുന്ന ഒരു പ്ലാന്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം കൊണ്ട് അടഞ്ഞു തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുമാനം കിട്ടി തുടങ്ങുന്നത് 11-ാമത്തെ വർഷം മുതലാണ്. അപ്പോൾ ചില ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ 11 വർഷം വരെ ഞങ്ങൾ ഇതിൻ്റെ വെയിറ്റ് ചെയ്യണമല്ലോ എന്നുള്ളത്. 11 വർഷം വരെ വെയിറ്റ് ചെയ്താലും എന്താണ് അതിൻ്റെ കാര്യം അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ നമ്മളും ഒക്കെ ചേരുന്ന തുകയുടെ സമ്മർഷ്വേഡിൻ്റെ 50% ഫ്രീ ആയിട്ട് ഇൻഷുറൻസ് തരുന്നുണ്ട്. ഇൻഷുറൻസ് കവറേജ് 50% ഫ്രീ ആണ്. അതുപോലെ ഒപ്പം തന്നെ നമ്മൾക്ക് 70 വയസ്സ് വരെ ആക്സിഡൻറ്റ് ബെനിഫിറ്റ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതുപോലെ 70 വയസ്സ് വരെ ആക്സിഡൻറ്റ് ഡിസബിലിറ്റി ബെനിഫിറ്റ് ഫ്രീ ആണ്. നമ്മുടെ ഫണ്ടിൽ നമ്മൾ 10 വർഷം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫണ്ടിൽ ഏകദേശം 18 ലക്ഷം രൂപയുടെ ഫണ്ട് കോർപ്പസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലോട്ട് പൈസ കിട്ടിയില്ലെന്നുള്ളതേ ഉള്ളൂ. ആദ്യത്തെ 6-ാം വർഷം പോലെ തന്നെ കണക്ക് കൂട്ടി നോക്കിയാൽ എല്ലാ വർഷവും നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 16 ഉദാഹരണത്തിന് ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പ്ലാനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, 10 ലക്ഷം രൂപയുടെ ചിട്ടി പോലെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 5 വർഷം കൊണ്ട് 10 ലക്ഷം രൂപ അടയുന്നു. 10 ലക്ഷം രൂപയുടെ 10%-മായ 1 ലക്ഷം രൂപ അടുത്ത 11-ാമത്തെ വർഷം കഴിയുമ്പോൾ മുതൽ നമുക്ക് ജീവിതകാലം മുഴുവൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നമുക്ക് എപ്പോൾ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യണം, എത്ര വരുമാനം വേണം എന്നുള്ള കാര്യം നമുക്ക് തന്നെ തീരുമാനിക്കാം. ഈ 11-ാമത്തെ വർഷം കഴിയുമ്പോൾ വരുമാനം വാങ്ങാൻ നിർബന്ധമൊന്നുമില്ല. അന്നേരം വാങ്ങുകയാണെങ്കിൽ 1 ലക്ഷം രൂപ, 10 ലക്ഷം രൂപയുടെ പ്ലാനിൽ 1 ലക്ഷം രൂപ വെച്ച് 10%, 1 ലക്ഷം രൂപ വെച്ച് ജീവിതകാലം മുഴുവൻ കിട്ടും. നമ്മൾ 11-ാമത്തെ വർഷം വാങ്ങുന്നില്ല, ഒരു വർഷം കൂടെ ഞാൻ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ 1,05,000 രൂപ വെച്ച് നമുക്ക് ജീവിതകാലം മുഴുവൻ ഗ്യാരണ്ടീഡായിട്ട് കിട്ടും. നമ്മൾ ഒരു വർഷം കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു, 2 വർഷം കഴിഞ്ഞിട്ടാണ് മതി എന്ന് പറയുകയാണെങ്കിൽ 1,11,000 രൂപ കിട്ടും. ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് ഓരോ വർഷം വീട്ടിൽ വിൽക്കും തോറും 1,17,000 രൂപ, 1,24,000 രൂപ, 1,31,000 രൂപ, 1,32,000 രൂപ, 1,46,000 രൂപ, ഇങ്ങനെ ഓരോ വർഷം നമ്മൾ മുന്നോട്ട് നീക്കി വെച്ചാൽ അത് വരുമാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് ഓരോ വർഷവും ഗ്യാരണ്ടീഡായിട്ട് കിട്ടുന്ന പ്ലാൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ 5 വർഷം കൊണ്ട് അടച്ചു തീരുന്ന ഒരു പ്ലാനിൽ 10% ഗ്യാരണ്ടീഡായിട്ട്, അതായത് 10 ലക്ഷം രൂപയുടെ എക്സാമ്പിൾ എടുത്താൽ 1 ലക്ഷം രൂപ വെച്ച് ജീവിതകാലം മുഴുവൻ ഏറ്റവും കുറഞ്ഞ പക്ഷം നമുക്ക് വരുമാനം ലഭിക്കുന്നുള്ള യാതൊരു സംശയമില്ല. നമ്മുടെ കാലശേഷം എന്തെങ്കിലും നമ്മൾ ഒരിക്കലും മരിക്കുമല്ലോ. നമ്മുടെ കാലശേഷം മുമ്പേ പറഞ്ഞാൽ നമ്മൾ അടച്ച 10 ലക്ഷം രൂപയും ഇതുവരെ ആ 5 വർഷത്തെ ഗ്യാപ്പിലുള്ള തുകയും ബോണസും എല്ലാം കൂടെ ഏകദേശം ഒരു 10, 16, 17, 18 ലക്ഷം രൂപ അവരുടെ വയസ്സിൻ്റെ അനുസരിച്ച് ലഭിക്കാൻ സാധ്യതയുള്ളൊരു പ്ലാൻ. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലാൻ വേറെ ഇല്ല. പിന്നെ ഈ പെൻഷനായിട്ട് വേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് വേണമെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റും. 55-ാമത്തെ വയസ്സിൽ വാങ്ങിയാൽ തന്നെ ഒരു 16 ലക്ഷം രൂപ കിട്ടും. 60-ാമത്തെ വയസ്സിൽ നിർത്തി വാങ്ങുകയാണെങ്കിൽ ഒരു 23 ലക്ഷം രൂപ കിട്ടും. ഇങ്ങനെ നിർത്തി വേണമെങ്കിലും നമ്മൾ അടച്ചത് നമ്മുടെ ഫണ്ടിൽ, നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ നമുക്ക് തിരികെ എടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ധാരാളം ഓപ്ഷൻസ് ഉള്ളൊരു പ്ലാനാണിത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു പ്ലാൻ. 10% എന്നുള്ളതിന് ഏറ്റവും വലിയ അട്രാക്ഷൻ. നമുക്ക് തന്നെ തീരുമാനിക്കുന്നത് എത്ര റിട്ടേൺസ് വേണമെന്നുള്ളത്, എന്ന് വരുമാനം കിട്ടിത്തുടങ്ങണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷനുള്ളൊരു പ്ലാനാണിത്. ഇത് വളരെ നല്ലൊരു പ്ലാൻ, വളരെ സിമ്പിളാണ്. വളരെ 60 മാസം കൊണ്ട് തീരും, 5 വർഷമേ ഉള്ളൂ. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റേഷൻ വളരെ മിനിമം ഡോക്യുമെൻറ്റേഷൻ മതി, വലിയ ഫോർമാലിറ്റി ഒന്നുമില്ല കംപ്ലീറ്റ് ചെയ്യുന്നതിന്. നിങ്ങൾ അവിടെ ഗൾഫിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നാട്ടിൽ വരണമെന്നൊന്നുമില്ല, ഗൾഫിൽ ഇരുന്നുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്ന സ്കീം ആയതുകൊണ്ടാണ് ഞാനത് വളരെ അർജൻറ്റായിട്ട് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, അതിനകത്ത് നാട്ടിലേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ഡിജിറ്റലായിട്ട് ഓൺലൈനായിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സിമ്പിൾ കാര്യങ്ങളാണ്. അതിനുവേണ്ടി ഞാൻ ഇന്നലത്തെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഒരു ഗൂഗിൾ ഫോം അയച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്.
ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് എനിക്ക് തരികയാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് അനുസരിച്ച് പേഴ്സണലൈസ്ഡ് ഒരു പ്രസൻറ്റേഷൻ ടൈലർ മെയ്ഡായിട്ട് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങളുടെ ഏജ് നിങ്ങളുടെ എല്ലാ റിക്വയർമെൻറ്റും അനുസരിച്ച് ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾക്ക് തരാം. വളരെ സിമ്പിളായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു വരുമാനം ഉണ്ടാകാനുള്ള സാധ്യത ആണത്. ഒരിക്കലും തള്ളിക്കളയരുത്. മാർച്ച് കഴിഞ്ഞ് ചിലപ്പം ഭാവിയിൽ ചേരാൻ പറ്റുന്നില്ലെന്നിരിക്കും. ഇതുപോലെ പ്ലാനൊക്കെ വീണ്ടും കാണുമായിരിക്കും. പക്ഷേ ഈ 10% എന്നുള്ളത് ഒരിക്കലും വീണ്ടും ലഭിക്കാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാം. ഒരിക്കലും ഇങ്ങനെയൊരു സാധ്യതയില്ല. ഇനിയും പലിശ നിരക്കുകൾ കുറഞ്ഞേ വരത്തുള്ളൂ. മറ്റ് രാജ്യങ്ങളിലൊക്കെ കാര്യങ്ങൾ അറിയാമല്ലോ. ടാക്സ് കൂടിക്കൊണ്ടിരിക്കുന്നു. വരുമാനം എന്ന് നമുക്ക് ഉറപ്പായിട്ടുള്ള വരുമാനം നേടിയെടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നമ്മുടെ പെൻഷൻ അല്ലെങ്കിൽ ഒരു ആനുവൽ റിട്ടയർമെൻറ്റിനുള്ള ഇൻകം നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയച്ചു തരിക. ഞാൻ പ്രസൻറ്റേഷൻ അയച്ചു തരാം. എത്രയും വേഗം നമുക്ക് ഫോർമാലിറ്റി കംപ്ലീറ്റ് ചെയ്യാം. എല്ലാവർക്കും ഒരു പെൻഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ട് ശ്രമിച്ചതിനായിട്ട് നന്ദി പറയുന്നു. സന്തോഷം. താങ്ക് യു വെരി മച്ച്. നമസ്കാരം.